നമസ്കാരം. വിറ്റാമിൻ ഡിയും ടെസ്റ്റോസ്റ്ററോണും ഡയറക്ട്ലി പ്രൊപ്പോർഷനേറ്റ് ആണ്. വിറ്റാമിൻ ഡിയുടെ അളവ് കുറഞ്ഞാൽ, രക്തത്തിൽ വിറ്റാമിൻ ഡിയുടെ അളവ് കുറഞ്ഞാൽ വന്ധ്യത വരെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റിറോയിഡ് ഹോർമോണാണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയെ ഈ വിറ്റാമിൻ എന്നുള്ള വിശേഷണത്തോടൊപ്പം തന്നെ ഒരു സ്റ്റിറോയിഡ് ഹോർമോണായിട്ടാണ് അത് നമ്മളുടെ വൃഷണത്തിൽ, പുരുഷന്മാരുടെ വൃഷണത്തിൽ അല്ലെങ്കിൽ ടെസ്റ്റിക്കിൾസിൽ അത് പ്രവർത്തിച്ച് ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പ്രധാനമായി നിൽക്കുന്ന ഒരു സ്റ്റിറോയിഡ് ഹോർമോണാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. അതിൻ്റെ അഭാവം ഇപ്പോൾ ധാരാളം ആൾക്കാരിൽ കണ്ടുവരുന്നുണ്ട്. വേണ്ടുന്ന അളവിലും തീരെ കുറവായിട്ടായിരിക്കും മിക്കവാറും ആളുകളിൽ കാണുന്നത്. എബോ ദ റേഞ്ച് കാണുന്നത് തീരെ അപൂർവം. നമ്മുടെ ക്ലിനിക്കൽ സ്റ്റഡി നോക്കിയാൽ എബോ ദ റേഞ്ച് കാണുന്നത് അപൂർവമായി മാത്രമേ ഉള്ളൂ. ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് സന്തുലിതമായി പോകണമെന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ഡിയുടെ ഹെൽപ്പ് കൂടിയേ തീരത്തുള്ളൂ നിങ്ങളുടെ ടെസ്റ്റിക്കിൾസിന്. ഓക്കെ, അപ്പോൾ വിറ്റാമിൻ ഡി കുറവാണോ അതോ ഏത് രീതിയിലാണ് അത് നിൽക്കുന്നത് എന്നുള്ളത്, വന്ധ്യത പോലുള്ള പ്രശ്നങ്ങൾ, ഡിക്രീസ്ഡ് സെക്ഷൽ ഡിസയർ, ഇതൊക്കെയുള്ള ലിബിഡോ കുറവുള്ള ആൾക്കാർക്ക് അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം കൃത്യമായ തോതിലുള്ള വിറ്റാമിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുക. സപ്ലിമെൻറ്റ്സിനോടൊപ്പം തന്നെ വിറ്റാമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുക. വെജിറ്റേറിയൻസിനാണ് കൂടുതലായിട്ടും ഈ വിറ്റാമിൻ ഡിയുടെ അഭാവം രക്തത്തിൽ കണ്ടുവരുന്നത്. കാരണം ഇതിൻ്റെ സോഴ്സസ് കൂടുതലായിട്ടും നോൺ വെജിറ്റേറിയൻ ഫുഡ് ഐറ്റംസിലാണ് കൂടുതലായിട്ടും കാണുന്നത്. വെജിറ്റേറിയൻ ഫുഡ് ഐറ്റംസിൽ വളരെ കുറവായിട്ടാണ് കാണുന്നത്. എന്നാലും താരതമ്യേന കൂടുതൽ വിറ്റാമിൻ ഡി ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഒലിവ് ഓയിലുണ്ട്, നമ്മുടെ അവക്കാഡോ ഓയിലുണ്ട്, അങ്ങനെ മഷ്റൂംസിലുണ്ട്, ഗാർലിക്, ജിഞ്ചർ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ചെറിയ തോതിൽ അടങ്ങിയിട്ടുള്ളത്. കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് പാലും ഉൽപ്പന്നങ്ങളുമാണ്. പാല്, തൈര്, ചീസ് അതുപോലുള്ള സാധനങ്ങളിലാണ് ഈ വിറ്റാമിൻ ഡി മറ്റ് അടങ്ങിയിരിക്കുന്നത്. പിന്നെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള മാംസാഹാരങ്ങൾ, അതായത് ബീഫ്, അതോടൊപ്പം തന്നെ ട്യൂണ, പിന്നെ മത്തി, അയില, അതുപോലെയൊക്കെയുള്ള മത്സ്യങ്ങളിലാണ് ഉള്ളത്. മുട്ടയുടെ മഞ്ഞ, ഇതിലൊക്കെ ആണ് ചെറിയ തോതിലാണെങ്കിലും വിറ്റാമിൻ ഡി അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു വിഭാഗം വരുന്നത് സൺലൈറ്റിൽ കൂടെയാണ്. സൺലൈറ്റിൽ കൂടെയാണ് ഭൂരിഭാഗം വിറ്റാമിനും നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത്. അതല്ലാതെ ഉള്ളത് ഈ മുൻപ് പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒക്കെയാണ്. അപ്പോൾ വന്ധ്യത വരെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. അത് കുറഞ്ഞാൽ പുരുഷന്മാരിൽ വന്ധ്യത ഉണ്ടാകുന്നു. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റോസ്റ്ററോൺ കുറയുന്നു, അതുവഴി സെക്ഷൽ ഡിസയർ കുറയുന്നു, ലിബിഡോ ഇല്ലാതെയാകുന്നു, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലേക്ക് ഭാവിയിൽ നയിച്ചേക്കാം. അപ്പോൾ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് പോവുക. ഓക്കെ, താങ്ക് യു.